ക്ഷേമ പെൻഷൻ അറിയിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം, വിവിധ ക്ഷേമനിധി ബോർഡിലേക്കുള്ള ആനുകൂല്യ വിതരണം, സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, മറ്റ് മേഖലയിലേക്കുള്ള ആനുകൂല്യ പദ്ധതി നടപ്പാക്കൽ, സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ എന്നിങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾക്കായി കേന്ദ്രം തുക അനുവദിച്ചു. സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്ത. ഇതോടൊപ്പം തന്നെ സർവീസ് സഹകരണ സംഘം ഗുണഭോക്താക്കൾ, വിവിധ ക്ഷേമനിധി ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരും. പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുൾപ്പെടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ നടപടി ആരംഭിച്ചു. കേന്ദ്രത്തിൽ നിന്നുള്ള തുക എത്തിച്ചേർന്നതിന് പിന്നാലെയാണ് സർക്കാർ സഹായമായത്. സാമ്പത്തിക വർഷാവസാനം 17 കോടി രൂപയുടെ കടമെടുക്കാൻ കേന്ദ്രം അനുമതി ചോദിച്ചു നൽകി കേരളത്തിന്. നിലവിൽ ഇപ്പോൾ 2000 രൂപ അനുവദിച്ചു, ബാക്കി പിന്നാലെ അനുവദിക്കും. ഇതിൽ 2000 കോടി കൂടെ കടമെടുക്കാൻ സർക്കാർ നീക്കം ആരംഭിക്കുകയും തുക എത്തിച്ചേരുകയും ചെയ്തു. അടുത്ത മാസം 7-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന് ക്ഷേമ പെൻഷൻ മുന്നോടിയായി കൂട്ടും എന്ന് വാർത്ത വരുന്നുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളും പെട്ടെന്ന് തീർക്കാനാണ് സർക്കാർ നീക്കം. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക അനുവദിച്ചത് സർക്കാരിന് വലിയ സഹായമായി. വിവിധ സ്കീമുകളിലായി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും. ജനുവരി മാസത്തെ തനത് പെൻഷനൊപ്പം കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തെ ക്ഷേമ പെൻഷനിൽ 1 ഗഡു വിതരണം ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ 62 ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ 3200 കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരും. ഇന്ന് തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇന്നു തൊട്ട് പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങി. 25-ന് മുമ്പ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിക്കാനായിരിക്കും സർക്കാർ നീക്കം. ഇതുപോലത്തെ പെൻഷനറുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആൾക്കാർക്ക് അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ. നന്ദി, നമസ്കാരം.